ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും SL മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടി നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ഏറ്റവും രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏവർക്കും അതെല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ഇല്ലാത്തതോ അല്ലെങ്കിൽ സംശയമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ പറയണം. ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ്, നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നമുക്കറിയാം, വർഷക്കാലം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയും അതുപോലെ തന്നെ മഹാമാരിയായ കൊറോണ വൈറസ് മൊത്തം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കരിപ്പൂര് വിമാന ദുരന്തം ഒക്കെ ദുരന്തങ്ങളുടെ ഒരു വർഷമാണ് 2020 എന്ന് തന്നെ പറയാം. നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ ഇതിൽ ഇവാലുവേഷൻ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം വരാം. ഇവാലുവേറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഇവാലുവേറ്റ് ദി ഫോളോയിങ് അതേ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3. ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക. ഇതുപോലെ എന്തോ ഒന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു ആ ഫോർമുല? ഞാൻ ആ സൈഡിൽ ഒന്ന് എഴുതാൻ പോകുന്നു. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എന്ത് നമ്മൾ പറഞ്ഞത്? എക്സ്. ഓക്കെ, ഇത് എക്സ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു തന്നിരുന്നു. സൈനിന്റെ റേഞ്ച്, അതായത് സൈനിന്റെ പ്രിൻസിപ്പിൾ ബ്രാഞ്ച് എന്ന് പറയും. ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോയിൽ നമ്മളൊരു ടാബ്ലൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അത് ഏതാണ് അതിന്റെ ഡിസ്കസ് ചെയ്തത്? ആ പറഞ്ഞോളൂ. -π/2 to π/2. ഇതിന്റെ ഇടയിൽ ആയിരിക്കണം എക്സ്, എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പ്രകാരത്തിന് ആൻസർ പറഞ്ഞോളൂ. ഈ സൈൻ ഇൻവേഴ്സ് സൈൻ കട്ട് ചെയ്ത് ബാലൻസ് ആര് വന്ന്? π/3. π/3 നമ്മൾ ഇതിന്റെ ഇടയിലാണോ നോക്കൂ. -π/2 to +π/2 അല്ലേ? π/3 ആണ് എന്താ? 60. 60 എന്നുള്ളത് -90 +90 ഇടയിലാണ്. ഇതിന് ആൻസർ ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഓക്കെ, ഇതും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉടനെ വെട്ടാൻ തോന്നണം. എങ്ങനെ വെട്ടണം? ഒരേ ആള്, ഒന്ന് ഇൻവേഴ്സ് ഉള്ളത് ഇൻവേഴ്സ് അല്ലാതെ ഒരേ ആള് വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ വെട്ടുക. വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറ. 2π/3. മക്കളെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഈ 2π/3 നമ്മുടെ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ ഇടയിലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പറ. 2π/3 എന്താ? π/3 ആണ് 60 അല്ല. 2 × 60 ആണ് എത്ര വന്ന്? 120 എന്നാണ്. ഈ 120 എന്നുള്ളത് നമ്മുടെ റേഞ്ച് എന്തായിരുന്നു? -π/2 to +π/2. ഇതിന്റെ ഇടയിലാണ് 120 എന്നുള്ളത്. -90 +90 ഇടയിലാണ്. അല്ല. അപ്പൊ ഇത് എന്തല്ല? അതിലല്ല. അപ്പൊ ഇതല്ല ആൻസർ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് മാറ്റണം, റീഅറേഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ ചെയ്യാൻ പോകണം. നോക്കുക, ശ്രദ്ധിക്കണേ. സൈൻ ഇൻവേഴ്സ് സൈൻ. ഓക്കെ, ഈ 2π/3 ഞാൻ ഒന്ന് മാറ്റാൻ പോകുന്നതാ. നമുക്കൊക്കെ അറിയണ കാര്യമാണ്. π-π/3 ചെയ്തൂടെ? ഇത് മാറാൻ പാടില്ല. 2π/3 കിട്ടണം. ആ 2π/3 വേറെ രൂപത്തിൽ എഴുതി. π-π/3 ക്രോസ് ചെയ്ത് കൊടുക്കും. 3 × π 3π -1π. ഇപ്പൊ 2π/3 എന്നല്ലേ വരിക. ഇതിന് ഒരു എളുപ്പമാർഗം കൂടി പറഞ്ഞുതരാം. എങ്ങനെ വെച്ചാല്, ഈ 2 എന്നുള്ള കോഎഫിഷ്യന്റ് അതൊക്കെ ചെറിയ ചെറിയ സംഖ്യകളാണെങ്കിൽ നമ്മൾ എപ്പോൾ ചെയ്യാം? പൈന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, പൈയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇനി വലിയ വലിയ ലാർജ് സംഖ്യകളൊക്കെ വരികയാണെങ്കിൽ 2π അങ്ങനെ വരും. അത് നിങ്ങളൊന്നും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ സംഭവം ക്ലിയർ ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വെട്ടാൻ പറ്റുമല്ലോ. ഇനി അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ പോണേ. എന്തായിരുന്നു സൈൻ π - θ? സൈൻ π - θ ഈക്വൽ ടു എന്താ പറഞ്ഞോ? സൈൻ π - θ. ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രി ഓർമ്മ ഉണ്ടാവുമല്ലോ. പല ആളുകളും ഇംപ്രൂവ്മെന്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, സൈൻ π - θ എന്താ? സൈൻ π - θ എന്താണ്? സൈൻ തീറ്റയാണ്. ഓക്കെ, ഇത് റിസൾട്ട് ആണ് മക്കളെ. ഇത് അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതിന്റെ ഒരു എളുപ്പമാർഗ്ഗമൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നിരുന്നു. ഓക്കെ, അപ്പൊ പറ. അപ്പൊ സൈൻ തീറ്റ ആണ്. അതിന്റെ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ ഇതെന്താവും? π/3 എന്നാവൂലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് സൈൻ കട്ട് ചെയ്ത് ബാലൻസ് ആര് വന്ന്? π/3. π/3 ബിലോങ്സ് ടു നമ്മുടെ ഇന്റർവെൽ എന്താ? -π/2 to
പ്ലസ് പൈ ബൈ 2. നോക്ക് പൈ ബൈ 3 എന്നുള്ളത് ഇതിന്റെ ഇടയിലല്ലേ? ആൻസർ ആയി. കണ്ടില്ല ക്വസ്റ്റ്യൻ ശരിക്കും നോക്കണേ. എന്ത് ചെയ്യണം? പല മക്കളും ഇത് മാത്രം എഴുതിയേക്കും ആൻസർ, അങ്ങനെ ആകണം എന്നില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ സ്റ്റോപ്പ് ആയിരുന്നു. അത് എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു? ആ കിട്ടിയ ആൻസർ ഈ ഒരു റേഞ്ചിന്റെ ഇടയിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതിയേക്കണം, എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ 2π/3നെ പൈന്റെ ടേമിലേക്ക് ഇതേ രൂപത്തിൽ മാറ്റിയതാണ്. ഓക്കെ, അപ്പോ sin π - θ എന്താ? sin θനെ അപ്ലൈ ചെയ്തു. ഇൻവേഴ്സും ഇൻവേഴ്സ് അല്ലാതെ ഒരേ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യാം, ബാക്കി അതുപോലെ എഴുതി. ഓക്കെ, ആൻസർ ആണ്. അപ്പൊ എഴുതിയെടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യന് sin ഇൻവേഴ്സ് sin 3π/5. ഓക്കെ, ഇത് കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ രണ്ടും കൂടി കട്ട് ചെയ്യും, ബാക്കി എഴുതും 3π/5. ഓക്കെ, 3π/5 എന്ന് പറഞ്ഞത് എത്രയാണ്? 3π/5 പറഞ്ഞാൽ 108 ആണ്. ഈ 108 നമ്മുടെ ഇന്റർവെല്ലിന്റെ ഇടയിലാണോ? -π/2 +π/2 ഇടയിലാണോ? അല്ല. അപ്പൊ ധൈര്യം പറ്റൂല. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. sin ഇൻവേഴ്സ് sin ഈ 3π/5നെ ഇങ്ങനെ മാറ്റാം, π - 2π/5 ന്റെ കൂടെ നോക്കി π - 2π/5 ഇവിടെ 3π അല്ലേ? അപ്പൊ ഒരു π ഇവിടെ ഇല്ല, ഈ 3π ഒരു π ഇല്ല, ബാക്കി എത്ര π ഉണ്ടാവും? 2π/5. അങ്ങനെ ഒരു ഹിന്റ് എന്നുള്ളത്. ഓക്കെ, ഇത് ചെയ്താൽ എന്താണ് നേരത്തെ പറഞ്ഞ റിസൾട്ട്? ഏതാ? sin π - θ = sin θ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ അത് പ്രകാരം ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? sin ഇൻവേഴ്സ് sin 2π/5. അപ്പൊ ഇനി ഉടനെ നിങ്ങൾക്ക് വെട്ടാം. അപ്പൊ ആൻസർ ആയി. എന്താ പറയാം? 2π/5. 2π/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 അല്ലേ? അതിന്റെ ഇടയിലുള്ളതാണ്. ആൻസർ ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യന് നോക്കാം. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് tan ഇൻവേഴ്സ് tan 3π/4. ഓക്കെ, അപ്പോൾ tan ഇൻവേഴ്സും tan കട്ട് ചെയ്ത് ഉത്തരം വരും എന്താണ്? 3π/4 ആണ്. then 3π/4 ആണ് എത്ര വരിക? 135 അല്ലേ? 135. ഇത് ഏതിന്റെ ഇടയിലാ? അപ്പൊ ടാനിന്റെ ഇന്റർവെൽ എന്താ? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഓപ്പൺ ഇന്റർവെൽ -π/2 to +π/2. ഓക്കെ, ആ റേഞ്ച് ഇതിന്റെ ഇടയിലല്ല. അപ്പൊ ഇതല്ല സംഭവം. നമുക്ക് ഇതിനെ മാറ്റും. എങ്ങനെ മാറ്റും പറഞ്ഞോളൂ? tan ഇൻവേഴ്സ് tan 3π/4 നമുക്ക് എങ്ങനെ എഴുതാം പറഞ്ഞോളൂ? 3π/4 നമ്മൾ എന്ത് ചെയ്യും? π മൈനസ് എങ്ങനെ എഴുതും? π/4 ഇരിക്കൂടെ പറയോ? π - π/4 ക്രോസിംഗ് 4 × π 4π 4π കുറച്ചാൽ 3π/4 ആൻസർ അതന്നെ. അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാം എന്തായിരുന്നു tan π - θ എന്ന് പറഞ്ഞാൽ -tan θ ആണ്. ഓക്കെ, ഇത് റിസൾട്ട് ആണ്, കാണാതെ അറിയേണ്ട റിസൾട്ട് ആണ്. tan π - θ -tan θ ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ പറഞ്ഞോളൂ? tan ഇൻവേഴ്സ് tan π - θ എന്തായി? -tan θ. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? -tan π/4. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വെട്ടാൻ പറ്റുമോ? ഈ tan ഇൻവേഴ്സ് ഇങ്ങനത്തെ രീതിയിലുള്ള റിസൾട്ട് പറഞ്ഞിട്ടില്ല, അത് രണ്ട് വെട്ടാൻ പറ്റൂല. പകരം ഞാൻ ചെയ്യാൻ നോക്കുക, ഇങ്ങനെ ഒരു റിസൾട്ട് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan - θ = -tan θ. ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. tan - θ = -tan θ. അങ്ങനെയാണ് ഈ -tan θ ആ രൂപത്തിലേക്ക് മാറ്റാം. പറഞ്ഞോളൂ, tan ഇൻവേഴ്സ് tan -π/4. ഇനി നിങ്ങൾക്ക് വെക്കാം രണ്ടും ക്യാൻസൽ. ബാക്കി ആയതൊന്ന് -π/4 belongs to നമ്മുടെ ഇന്റർവെൽ ഏതാ? ഓപ്പൺ ഇന്റർവെൽ -π/2 to +π/2. ഇത് ആൻസർ കറക്റ്റ് അല്ലേ? -45 ന്റെ ഇടയിൽ തന്നെ അല്ലേ? അപ്പോൾ ശരിക്കും നോക്കണം. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ tan π - θ -tan θ ആണ്. ഈ -tan θ യെ tan - θ ആയിട്ട് എഴുതാം. റിസൾട്ട് ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, ഇതിന്റെ ഇവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ -π/2 ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് cos ഇൻവേഴ്സ് cos 7π/6. ക്വസ്റ്റ്യൻ നോക്കുക. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
കോസ് ഇൻവേഴ്സും കോസും എന്ത് ചെയ്യണം? രണ്ടും കട്ട് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും കട്ട് ചെയ്യുന്നു. ബാലൻസ് ഉള്ളത് എന്താ? 7π/6. മക്കൾ പറയാം 7π/6 എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ഇടയിലുള്ളതായിരിക്കണം? 7π/6ന്റെ വാല്യൂ എന്താ? 210. 210 നമ്മളെ എന്തായിരുന്നു കോസിന്റെ റേഞ്ച്? പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്തായിരുന്നു പറ? കോസിന്റെ ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π. ഈ 210 എന്നുള്ളത് 0ന്റെയും 180ന്റെ ഇടയിലാണോ? അല്ല. അപ്പോൾ രണ്ടും നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇത് പറ്റൂല, അത് അതിന്റെ ഇടയിലുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. കോസ് ഇൻവേഴ്സ് കോസ് നേരത്തെ ഞാൻ പറഞ്ഞത് 7 ആണ്, കുറച്ച് വലിയ കോഎഫിഷ്യന്റ് ആയതുകൊണ്ട് നമ്മൾ 2π എടുക്കാൻ പോകുന്നത്. കോസ് ഇൻവേഴ്സ് 2π മൈനസ് 5π/6. ഇത് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പറയാം. 2π മൈനസ് 5π/6. 2 into 12 minus 5 പറഞ്ഞ 7 എന്നല്ലേ വരിക? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആണ് വരിക. ഇനി ഇത് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ ചെയ്യാം നോക്കാം. പറഞ്ഞോളൂ. cos pi 2π minus theta എന്ത് വരിക? cos 2π minus theta എന്ത് വരിക? 2π minus theta എന്ത് വരും? cos theta അല്ലേ വരിക? cos 2π minus theta എന്നാണ് എന്ത് വരിക? cos theta. അങ്ങനെയാണെങ്കിൽ അതേപോലെ എഴുതാം. പറ cos inverse cos ഇവിടെ എന്ത് വരും? 5π/6. ഇനി രണ്ട് ക്യാൻസൽ ചെയ്യും. ബാലൻസ് ആരാ? 5π/6. മക്കൾ പറയും എന്താ 5π/6 പറഞ്ഞാല്? 5π/6 ആണ് എത്ര? 150 അല്ലേ വരിക? 5/6 ആണ് 30 ആണ്. 5/30 ആണ് 150. അത് ഇതിന്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ ആൻസർ ആണ് കറക്റ്റ് അല്ലേ? ഇവിടെ ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ 7π/6നെ ഞാൻ ഇങ്ങനെ 2π minus 5π/6 ആക്കി. പിന്നെ cos 2π minus theta എന്താ? cos theta ആണ്. അത് ഫസ്റ്റ് ഇയർ റിസൾട്ട് ആണ്. ക്ലിയർ അല്ലേ? ഓക്കേ, 6th one sin of 5/3 minus sin inverse minus half. ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. sin π/3 minus sin inverse minus half ആണ്. ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യാമെന്ന്. ഇതൊക്കെ നേരെ രൂപത്തിൽ നമ്മളെ sin π/3 അതുപോലെ എഴുതി sin of π/3 മൈനസ് ഇതെന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൽ വാല്യൂ sin ഇൻവേഴ്സ് മൈനസ് സൈനിന്റെ ഉള്ളിൽ നെഗറ്റീവ് പ്രോപ്പർട്ടി വന്നു. സൈനിന്റെ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവിനെ പുറത്ത് കൊടുക്കും. നെഗറ്റീവ് പുറത്ത് കൊടുത്ത് ബാക്കി സാധനം അതേപോലെ ചെയ്തു. അതായത് sin ഇൻവേഴ്സ് ഹാഫ് 3. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും സെക്കൻഡ് വീഡിയോയിൽ നമ്മളൊരു സെക്കൻഡ് വീഡിയോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു ടേബിൾ, നമുക്ക് അത്യാവശ്യം ടേബിൾ സൈനിന്റെ കോസിന്റെ ഒക്കെ വാല്യൂസ് ഉള്ള ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറ സൈനിന്റെ ഏത് വാല്യൂ 1/2 വരിക? π/6 ആണ് വരിക. ഓക്കെ, അപ്പോ sin π/3 ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പൊ എന്തായി? π/6. ഇനി നിങ്ങൾക്ക് തന്നെ പറയാം ഇത് എത്ര? 60. ഇത് 30. 60 കൂട്ടിയാൽ യെസ് 90. വെരി ഗുഡ്. അപ്പോൾ π/2. then sin π/2 ന്റെ വാല്യൂ എന്താ? sin π/2 യെസ് sin π/2 എന്ന 1 ആണ്. ഇതിന് ആൻസർ ആയി. ഓക്കേ, ക്ലിയർ അല്ലേ? വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പറഞ്ഞ പ്രിൻസിപ്പൽ വാല്യൂ sin ഇൻവേഴ്സിന്റെ ഉള്ളിൽ നെഗറ്റീവ് പുറത്ത് കൊടുക്കും. ഓക്കേ, ബാക്കി അതുപോലെ ഇതിന്റെ വാല്യൂ sin ഇൻവേഴ്സ് ഹാഫ് എന്നുള്ളത് π/6 ആണ്. അതുപോലെ ചെയ്തു. ഓക്കേ, ഇനി ബാക്കി ആഡ് ചെയ്യാം. ഒരു വാല്യൂ കാണാം. ഓക്കേ, അപ്പോൾ 7th one cos inverse cos of 13π/6 and 8th one tan inverse tan 7π/6. ഇത് രണ്ടും നമ്മൾ മുമ്പ് ചെയ്ത അതേ മോഡലാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അസൈൻമെന്റ് ആയിട്ട് എഴുതിയെടുക്കാവുന്നത്. ഓക്കേ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കടക്കാൻ പോവാണ്. നോക്കാം. 9th one find the values. 9th one ആണ് find the values of cot of tan inverse A plus cot inverse A. ഇതാണ് ചോദ്യം. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു മാറ്റം ചോദിക്കുള്ളൂ. അതിന്റെ അർത്ഥം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന അർത്ഥം. നമ്മള് ഫോർമുലകൾ ഡിസ്കസ് ചെയ്ത ആ സെക്ഷനിൽ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ പ്ലസ് കോ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു π/2. അങ്ങനെയാണ് റിസൾട്ട് എന്താ?
tan inverse x plus cot inverse x equal to pi by 2. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു തരുമല്ലോ. ഓക്കേ, ഒരു ചോദ്യമാണ്. ഇവിടെ കണ്ട x ഈ രണ്ടും ഒരേ ആളാവണം എന്നാൽ മാത്രമേ pi by 2 ഉള്ളൂ. അപ്പോ x തന്നെ ആവണമെന്നില്ല. വേറെതാ a അങ്ങനെയാണ് ധാര pi by 2 ആണ്. ഉത്തരം cot pi by 2. വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി. cot pi by 2 അല്ലേ? ഇനി പറയും എന്താണ് tan pi by 2? tan pi by 2 എന്താ? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ cot pi by 2 tan തിരിച്ചിട്ട് കിട്ടുന്ന ആളാണ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി തിരിച്ചിടി എന്താണ് മക്കളെ ഒന്നുകൂടി cot pi by 2 എന്ന് പറഞ്ഞാൽ is equal to 1 by tan pi by 2. tan pi by 2 പറഞ്ഞാൽ ഇൻഫിനിറ്റി. 1 by infinity എന്ന് പറഞ്ഞാൽ is equal to 0. ഓക്കേ, ഇത്ര സംഭവം ക്ലിയർ അല്ലേ? ഓക്കേ ഓക്കേ, അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. if sin inverse 1 by 5 plus cos inverse x equal to 1, find x. ഇതാണ് ക്വസ്റ്റ്യൻ. find the values of x. വളരെ രസകരമായ ക്വസ്റ്റ്യന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. ഈ സൈൻ അപ്പോൾ ഞാനിത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? sin inverse 1 by 5 plus cos inverse x equal to 1 ആണ്. അങ്ങനെയെങ്കിൽ ഈ x ന്റെ വാല്യൂ എന്ത് എന്നുള്ളതാണ്. ഓക്കേ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി അതിലേക്ക് നടക്കാൻ നോക്കാം. ഇതിനെ തുടങ്ങാൻ പോകും. നമുക്ക് അറിഞ്ഞ കാര്യമാണ് ഇൻവേഴ്സ് അല്ലാത്ത ഫംഗ്ഷൻ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്താവും? ഇൻവേഴ്സ് ആകും. അതേപോലെ തന്നെ ഇൻവേഴ്സ് ഉള്ളത് അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് അല്ലാത്തതാവും. ഈ സൈൻ അപ്പുറത്ത് പോയില്ല. അപ്പോൾ പറഞ്ഞോളൂ, ഇവിടെ ആരുണ്ട്? സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് x ഈക്വൽ ടു സൈൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? സൈൻ ഇൻവേഴ്സ് 1 ആയി. മക്കൾ പറ സൈൻ ഇൻവേഴ്സ് 1 എന്താ? സൈനിന്റെ ഏത് വാല്യൂ 1 വരിക? നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ടാബിൾ നോക്കുക. ആ ടാബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും സൈനിന്റെ pi by 2 sin pi by 2 ആണ് 1 വരിക. അപ്പോൾ sin inverse 1 എന്ന് പറഞ്ഞാൽ ആരാണ്? pi by 2. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ചെയ്യാൻ പോകുന്നു. നോക്കുക, sin inverse 1 by 5 plus cos inverse x equal to pi by 2. ഇതിങ്ങനെ കാണുന്ന ഒരാൾ ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ പഠിച്ച റിസൾട്ട് ഏതായിരുന്നു? റിസൾട്ട് sin inverse x plus cos inverse x equal to pi by 2. ക്ലിയർ അല്ലേ? ഫംഗ്ഷൻ പ്ലസ് കോഫംഗ്ഷൻ ഈക്വൽ ടു pi by 2. അതേപോലെ ഇതാ ഫംഗ്ഷൻ പ്ലസ് കോഫംഗ്ഷൻ ഈക്വൽ ടു pi by 2. അപ്പോൾ ഈ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണ്? വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം. ഇവിടെ രണ്ട് സ്ഥലത്തും x രണ്ട് സ്ഥലത്തും ഒരേ ആളാണെങ്കിൽ മാത്രമേ pi by 2 ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ആരുണ്ട്? 1 by 5 ഓൾറെഡി ഉണ്ട്. ഇവിടെ ആരുണ്ട്? x ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ഈ 1 by 5 തന്നെ ആകണം ഈ x ന്റെ സ്ഥാനത്ത് വരേണ്ടത്. എന്നാൽ എന്ത് പറയുള്ളൂ? pi by 2 എന്ന് പറയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടി. x ഈക്വൽ ടു ആരായിരിക്കും? 1 by 5 ആയിരിക്കും. വളരെ പെട്ടെന്ന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻട്രൻസിനൊക്കെ പഠിക്കുമ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇതാ 1 by 5 ആണെങ്കിൽ x തന്നെ 1 by 5. ഓക്കേ, ക്ലിയർ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് tan inverse √3 minus cot inverse minus √3. ഇതാണ് ചെയ്യേണ്ടത്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് tan inverse √3 minus cot inverse minus √3. ഓക്കേ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കേ, അപ്പോൾ ചെയ്യാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഈ tan inverse √3 അതുപോലെ തന്നെ ചെയ്ത് മൈനസ് cot inverse എന്താ? കോട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു. അപ്പോൾ നെഗറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോട്ട് എന്താ? pi മൈനസ് ആണ്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് pi മൈനസ് cot inverse √3. ഇത്രയും കാര്യം ഓക്കേ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ഒന്നും കൂടി ഞാൻ ചെയ്ത് നോക്കുക. tan inverse √3 ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് pi പ്ലസ് cot inverse √3. അങ്ങനെ മൈനസ് മൈനസ് പ്ലസ് ആയി. ഇനി അതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്താണ്. tan inverse √3 ഈ പ്ലസ് cot inverse ആരെയും cot inverse √3 ഈ മൈനസ് pi എന്നത് എഴുതി. ഓക്കേ, ഇനി മക്കൾ പറയണം ഇത് ആരാണ്? tan inverse √3 പ്ലസ് cot inverse √3 ആരാ? ഫംഗ്ഷൻ പ്ലസ് കോഫംഗ്ഷൻ ആണ്. ആരാണ്? pi by 2. ആ റിസൾട്ട് ഞാൻ സൈഡിൽ എഴുതുന്നുണ്ട്. tan inverse x plus cot inverse x
ഈക്വൽ ടു പൈ ബൈ 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ട് സ്ഥലത്ത് x ആണ്, അപ്പൊ രണ്ട് സ്ഥലത്ത് √3. അങ്ങനെയാണെങ്കിൽ ഇത് പൈ ബൈ 2 ആണ്. പൈ ബൈ 2 മൈനസ് പൈ എന്നാണ്. ക്ലിയർ അല്ലേ? ഇനി ക്രോസ് മൾട്ടിപ്പിൾ നമുക്കറിയാം. പൈ മൈനസ് 2 പൈ ബൈ 2. അപ്പൊ ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടി. ഒരു പൈ രണ്ട് പൈ കുറച്ചാൽ മൈനസ് ഒരു പൈ ബൈ 2. അപ്പൊ ഉത്തരം എന്ത് വന്ന് മൈനസ് പൈ ബൈ 2. ക്ലിയർ ആണോ നോക്കൂ. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് tan ഇൻവേഴ്സ് ഓഫ് 2 cos 2 sin ഇൻവേഴ്സ് 1/2. അയ്യവ സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നോക്കുക, നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് ചെയ്യാം. നമ്മളിതാ ഇവിടെ നിന്ന് തുടങ്ങണ്ട. sin ഇൻവേഴ്സ് 1/2 നമ്മുടെ എന്തുണ്ട്, ടേബിൾ ഉണ്ട്. sin ഇൻവേഴ്സ് 1/2 പ്രിൻസിപ്പൽ വാല്യൂ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഡീൽ ചെയ്തതാണ്. ആ sin ഇൻവേഴ്സ് 1/2 ന്റെ വാല്യൂ എന്താ പറഞ്ഞോളൂ. സൈനിന്റെ ഏത് വാല്യൂ 1/2 വരിക? സൈനിന്റെ ഏത് വാല്യൂ? സൈനിന്റെ ഏത് വാല്യൂ 1/2 വരിക? പൈ ബൈ ഏതാണ് വരിക? 6 ആണ്. സൈൻ പൈ ബൈ 6 ആണ് 1/2. അപ്പൊ നോക്കാം. tan ഇൻവേഴ്സ് 2 cos 2 sin ഇൻവേഴ്സ് 1/2 ആരാണ്? പൈ ബൈ 6. ഓക്കെ, അപ്പോ ഈ 2 ഈ 6 കട്ടാൽ ആരും 3 ബാലൻസ് പറ. tan ഇൻവേഴ്സ് 2 cos പൈ ബൈ 3. മക്കൾ പറയുന്ന cos പൈ ബൈ 3, cos പൈ ബൈ 3 ആണ് തന്നെയാണ് 1/2 തന്നെ. ഓക്കേ, അപ്പോൾ tan ഇൻവേഴ്സ് 2 അതുപോലെ cos പൈ ബൈ 3 ആണ് 1/2. അത് അതുപോലെ. ഇനി ഈ 2 കട്ട് ചെയ്തു, ബാലൻസ് ആരാ? tan ഇൻവേഴ്സ് 1 ആണ്. tan ഇൻവേഴ്സ് 1, tan ന്റെ ഏത് വാല്യൂ 1 വരിക? പൈ ബൈ 4. അപ്പോൾ ആൻസർ ആയി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.